പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ 10 വർഷം ഒരു ഏകാധിപത്യ ഭരണം കാഴ്ചവെച്ച പിണറായി വിജയൻ എന്ന വിജയൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ സുഹൃത്തും വിവരാവകാശ പ്രവർത്തനമായിട്ടുള്ള MT തോമസ് കുറേ ചോദ്യങ്ങൾ ഈ സതീശൻ സർക്കാരിനോട് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് പൂർണ്ണമായ മറുപടി സതീശൻ സർക്കാരിൽ നിന്ന് കിട്ടിയില്ല. ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തത്. വിജയൻ ഉപയോഗിച്ച ഹെലികോപ്റ്ററിന് വാടക എത്രയാണ്, അത് എത്ര മണിക്കൂർ ഉപയോഗിച്ചു, മൊത്തം അത് ഉപയോഗിച്ചതിൻ്റെ ചിലവ് എത്രയാണ് എന്നുള്ളതൊക്കെയാണ് MT തോമസ് ഒരു വിവരാവകാശത്തിലൂടെ സതീശൻ സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പിനോട് ചോദിച്ചത്. പൊതുഭരണ വകുപ്പ് അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിട്ടു, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിട്ടു. അവരതിനുള്ള മറുപടിയിൽ പറഞ്ഞു ഇതിൻ്റെ മാസ വാടക 80 ലക്ഷം രൂപയാണ്. എന്നാൽ 10 വർഷക്കാലം എത്ര പറന്നു, എത്ര ചെലവഴിച്ചു എന്നുള്ളത് പുറത്തു പറയാൻ കഴിയില്ല. അത് രഹസ്യമാണ് എന്നാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നത്. അതെന്ത് മര്യാദയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. കാരണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പൊതുപ്പണമാണല്ലോ പിണറായി വിജയൻ ഈ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായി എൻ്റെ നിങ്ങളുടെയും ഒക്കെ നികുതിപ്പണമാണ് വിജയൻ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നെങ്കിൽ അത് ആ പണം ഖജനാവിലേക്ക് നികുതിയായി നൽകുന്ന നമ്മൾ ചോദിക്കുമ്പോൾ അതിന് എത്ര ചിലവായി എന്ന് പറയാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ചുമതലയും ഭരണകൂടത്തിനില്ലേ സർക്കാർ സുഹൃത്തുക്കളെ? എന്ന് മാത്രമല്ല, വിജയനെ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് അയാൾക്കെതിരെ ഒരുപിടി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ പോലീസിനോട് ചോദിക്കുമ്പോഴാണ് വിജയൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ചെലവ് തരാതിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്തൊരു ദയനീയമാണ്, പത്തറ്റിക്കല്ലേ ആ അവസ്ഥ. ഇതാ എനിക്ക് ചോദിക്കാറുള്ളത്. നമ്മൾ ഓരോ ദിവസവും സതീശൻ സർക്കാരിൻ്റെ നടപടികളും നിലപാടുകളൊക്കെ കാണുമ്പോൾ പഴയ സർക്കാർ തന്നെ തുടരുകയാണോ, പിണറായി വിജയൻ മാറി VD സതീശൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചോദിക്കാൻ പോകുന്നത് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ. ഈ ഹെലികോപ്റ്ററിൻ്റെ ഒരു മാസത്തെ വാടക 80 ലക്ഷം രൂപ എന്ന് ഈ സർക്കാർ പറഞ്ഞല്ലോ, സതീശൻ സർക്കാർ പറഞ്ഞല്ലോ. വിജയൻ ഉപയോഗിച്ച കാലത്തെ ഹെലികോപ്റ്റർ വാടക, ഇപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ല എന്നും സതീശൻ സർക്കാർ പറഞ്ഞു. അത്രയും നല്ലത് തന്നെ. എന്നാൽ ആ ഹെലികോപ്റ്റർ എത്ര മണിക്കൂർ പറന്നു, ആ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് എത്ര കാലത്തേക്കാണ്, അതിനെത്ര രൂപ ചെലവായി, അതിനെക്കുറിച്ചൊന്നും വിവരം പുറത്തുവിടാൻ സതീശൻ സർക്കാരിൻ്റെ പോലീസ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ് തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് സുഹൃത്തുക്കളെ. വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തരാൻ രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള പോലീസ് മടിക്കേണ്ട കാര്യം എന്താ? അതിന് അവർക്ക് അവകാശമുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ചെലവ് തരാൻ സതീശൻ സർക്കാർ മടിക്കുന്നത് വിജയൻ്റെ കാലത്ത് ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ചിലവ് പുറത്തു വരാതിരിക്കണം എന്ന് സതീശൻ സർക്കാരിനും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ടാണോ എന്ന് സംശയിച്ചാൽ പോലും കുറ്റപ്പെടുത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ? അതിൻ്റെ കാരണം എന്താ? നമ്മൾ ചില ചില്ലറ കണക്കുകൾ നടത്തി നോക്കിയാൽ മതി. 80 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക എന്നാണല്ലോ ഇപ്പോൾ സതീശ സർക്കാരിൻ്റെ പോലീസ് തന്നെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് തന്നെ നമ്മളോട് പറയും മാസ വാടക 80 ലക്ഷം രൂപ. സുഹൃത്തുക്കളെ, മാസ വാടക 80 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം ഉപയോഗിക്കുന്നതിനുള്ള വാടക എത്രയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ വാടക 9.6 കോടി രൂപയാണ്. ഇപ്പോൾ വിജയൻ എടുത്തിട്ടുള്ള ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് അതിനൊരു വർഷം കൊടുക്കേണ്ട വാടക എന്ന് പറയുന്നത് 9.6 കോടി രൂപയാണ്. സുഹൃത്തുക്കളെ, ഈ ഹെലികോപ്റ്റർ എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മുടെ അടുത്ത് പറയാത്തതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അത് 10 വർഷം ഉപയോഗിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെ 10 വർഷം ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൻ്റെ വാടക 10 വർഷത്തേക്ക് എത്രയാണെന്നറിയാമോ? 96 കോടി രൂപ, ഏതാണ്ട് 100 കോടി രൂപയ്ക്ക് അടുത്ത്. ഒരുപക്ഷെ അത്രയും വലിയൊരു തുക ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന് വാടകയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തറിയാതിരിക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കണം പോലീസ് ആ വിവരം പുറത്തു തരാതിരുന്നത്. പക്ഷേ പോലീസിന് അതിനെന്താ അവകാശമുള്ള സുഹൃത്തുക്കളെ? പോലീസ് വിജയൻ്റെ പോലീസ് അല്ലല്ലോ ഇപ്പോഴത്തെ പോലീസ്, ഇത് UDFൻ്റെ പോലീസല്ലേ. പണം ഖജനാവിൽ നിന്നുള്ള പണമല്ലേ, പണം നികുതി പണമല്ലേ.
ഇത് UDF സർക്കാരിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ DGPയുടെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതോ അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി മിൻഹാജ് അല്ലത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതൊന്നും അല്ലല്ലോ. നികുതി പണമല്ലേ, ചെലവഴിച്ച പണമല്ലേ. അത് ചോദിക്കുമ്പോൾ എത്രയാണ് എന്ന് പറയാനുള്ള ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കും ആ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലിരിക്കുന്ന മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഇല്ലേ സുഹൃത്തുക്കളെ? ഞാൻ ചെറിയൊരു കണക്കായിട്ടത് 80 ലക്ഷം ഗുണം 12 9.6 കോടി രൂപ. 9.6 കോടി ഗുണം 10 എന്ന് പറഞ്ഞാൽ 96 കോടി രൂപ. ഞാൻ 96 കോടി രൂപ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. 96 കോടി രൂപ വിജയൻ ഹെലികോപ്റ്ററിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നു. അതല്ലെങ്കിൽ പറയൂ. ഇനി 5 വർഷമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. എന്നാൽ പോലും 5 കോടി രൂപ ഉപയോഗിച്ചിട്ടില്ല, 50 കോടി രൂപ ഉപയോഗിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. 50 കോടി 45 46 കോടി രൂപ അല്ലെങ്കിൽ 48 കോടി രൂപ എടുത്ത് ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ഞാൻ ആരോപണം ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ പറയൂ, രമേശ് ചെന്നിത്തലയുടെ പോലീസ് പറയൂ, അല്ലെങ്കിൽ റവാഡ ചന്ദ്രശേഖർ പറയൂ, എത്ര കോടിയാണ് ഉപയോഗിച്ചത്? നിങ്ങൾ എന്തിനാണ് അത് രഹസ്യമായി വെക്കുന്നത്? അത് രഹസ്യമായി വെക്കാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 100 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിതിൻ്റെ ചില കണക്കുകൾ നോക്കി. ഇത് ഞാൻ പറയും, 96 കോടി രൂപ വാടക എടുത്ത പണമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അത് 5 വർഷമാണ് ഉപയോഗിച്ചതെങ്കിൽ 46 കോടി രൂപയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഞെട്ടിക്കുന്നൊരു കണക്കും കൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. അതായത് ഈ ഹെലികോപ്റ്ററിൻ്റെ വില എത്രയായിരിക്കും എന്ന് ഞാൻ നോക്കി. ഇവിടെ വാടകയ്ക്കെടുത്തതിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ. ഹെലികോപ്റ്ററിൻ്റെ വില നോക്കിയപ്പോൾ 2 മുതൽ 4 സീറ്റ് വരെയുള്ള ഹെലികോപ്റ്ററിൻ്റെ വില എന്ന് പറയുന്നത് 2 കോടി മുതൽ 6 കോടി രൂപ വരെയാണ്. 2 കോടി മുതൽ 6 കോടി രൂപ. ഇനി 4 സീറ്റ് മുതൽ 6 സീറ്റ് വരെയുള്ള ഹെലികോപ്റ്റർ ആണെങ്കിൽ അതിൻ്റെ വില 8 കോടി മുതൽ 20 കോടി വരെയാണ്. അപ്പോൾ 2 മുതൽ 4 സീറ്റ് വരെയുള്ള ഹെലികോപ്റ്റർ ആണെങ്കിൽ അതിന് 6 കോടി രൂപ. അപ്പോൾ 96 കോടി രൂപ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഹെലികോപ്റ്റർ മേടിക്കായിരുന്നു സുഹൃത്തുക്കളെ? ഒരു 10-15 ഹെലികോപ്റ്ററെങ്കിലും മേടിക്കാമായിരുന്നു. 2 മുതൽ 4 സീറ്റ് വരെ ഉള്ളതായിരുന്നു ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ. ഇനി 6 മുതൽ 8 സീറ്റ് വരെയുള്ള ഹെലികോപ്റ്റർ ആണെങ്കിൽ വിജയൻ 10 വർഷം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള പണം കൊണ്ട് 5 ഹെലികോപ്റ്റർ വില കൊടുത്ത് മേടിക്കാൻ പറ്റുമായിരുന്നു സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്കും നമ്മൾ. എത്ര ഭീകരമായിട്ടുള്ള ധൂർത്താണ് ഇതെന്ന്. 5 വർഷം ഉപയോഗിച്ചുള്ളെങ്കിൽ 2 മുതൽ 4 സീറ്റ് വരെയുള്ള 7 ഹെലികോപ്റ്ററുകളും 4 മുതൽ 6 സീറ്റ് വരെയുള്ള 2-3 ഹെലികോപ്റ്ററും വില കൊടുത്ത് മേടിക്കാൻ കഴിയുമായിരുന്നു. എന്നിരിക്കെയാണ് ഒരു മാസം 80 ലക്ഷം രൂപ വാടകയ്ക്ക് ഹെലികോപ്റ്റർ മേടിച്ചിട്ടിട്ട് 10 വർഷം കൊണ്ട് 100 കോടി രൂപയ്ക്കടുത്ത് ചെലവ് ഉണ്ടാക്കുന്നത്. ഇത്രയും വലിയൊരു ധൂർത്ത് വിജയനാണ് നടത്തിയത്. LDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വിജയനാണ് ഇത്രയും വലിയൊരു ധൂർത്ത് നടത്തിയത്. ആ ധൂർത്ത് VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള UDF സർക്കാരിന് ജനങ്ങളോട് പറയാൻ മടി എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ ഭരിക്കുന്നത് സുഹൃത്തുക്കളെ? 102 MLA-മാരുടെ നേതൃത്വത്തിൽ VD സതീശൻ രമേശ് ചെന്നിത്തലയുമാണോ ഇവിടെ ഭരിക്കുന്നത്? അതോ 29 സീറ്റും അല്ലെങ്കിൽ 33 സീറ്റുമായിട്ട് വിജയനാണോ ഇവിടെ ഭരിക്കുന്നത്? വിജയൻ്റെ ധൂർത്ത് പുറത്തു പറയാൻ സതീശനും ചെന്നിത്തലയും മടിക്കുമ്പോൾ സതീശനും ചെന്നിത്തലയുമല്ല വിജയനാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് ആളുകൾ പറഞ്ഞാൽ അത്ഭുതമുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൻ്റെ കഥ പറഞ്ഞു. വിജയൻ്റെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ സ്ഥാപിച്ചിരിക്കുന്ന ലിഫ്റ്റിന് എത്ര ചിലവായി എന്ന് ചോദിച്ചിട്ട് 30/5/2026 ചോദിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇതുവരെയും കണക്ക് തന്നിട്ടില്ല. അത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോകുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോകുന്നു, ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ഓഫീസിൽ പോകുന്നു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോകുന്നു, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ഓഫീസിൽ പോകുന്നു, തിരിച്ച് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ വരുന്നു. ഇതെന്തൊരു ഭീകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക്. വിജയൻ്റെ വീട്ടിൽ വെച്ച ലിഫ്റ്റിന് എത്ര ചിലവായി എന്നുള്ള കണക്ക് തരാൻ സതീശന് മടി, PK ബഷീറിന് മടി. അപ്പോൾ ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഈ ഗവൺമെൻറ് നിന്ന് 2 മാസം കഴിഞ്ഞിട്ടും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ഒരു കാര്യം പറയാം, പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി യുദ്ധം ചെയ്ത ഒന്നും പ്രതീക്ഷിക്കാതെ പോരടിച്ച പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വിജയൻ്റെ ധൂർത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള MT തോമസും ഞാനുമൊക്കെ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
ഹെലികോപ്റ്ററിൻ്റെ കഥ, ലിഫ്റ്റിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനിയും കൊണ്ടുവരാൻ പോവുകയാണ്. പരസ്യ ബോർഡുകളുടെ ചിലവ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. കിഫ്ബിയുടെ കൊള്ള ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഊരാളുകളുടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അതൊന്നും തടസ്സപ്പെടുത്താൻ സതീശൻ സർക്കാരിന് കഴിയില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വിജയൻ പോയത് വിജയൻ്റെ ധൂർത്തും അഴിമതിയും കൊണ്ടാണെങ്കിൽ വിജയൻ്റെ ധൂർത്തും അഴിമതിയും എന്താണെന്നുള്ളത് ഇപ്പോൾ അറിയാൻ ജനങ്ങൾക്ക് ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിക്കാൻ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.